ഹലോ, വെൽക്കം ടു മാസ്റ്റർ കീ അക്കാദമി. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഫാർമസ്യൂട്ടിക്സിലെ ഇൻകോമ്പാറ്റബിലിറ്റീസ് എന്ന് പറയുന്ന പോർഷനാണ് നോക്കുന്നത്. ഓക്കെ, നമുക്ക് ഫാർമസിയിൽ വരുമ്പോൾ എന്താണ് ഇൻകോമ്പാറ്റബിലിറ്റി, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻകോമ്പാറ്റബിലിറ്റി ഒക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇൻകോമ്പാറ്റബിലിറ്റി, അതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. ഫസ്റ്റ്, ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഫോമുലേഷൻ്റെ അകത്ത്, അതായത് ടാബ്ലറ്റോ അല്ലെങ്കിൽ സിറപ്പോ അങ്ങനെ ഏതെങ്കിലും ഒരു ഫാർമസ്യൂട്ടിക്കൽ ഫോമുലേഷൻ, അതിൻ്റെ അകത്ത് എന്തായാലും ഒന്നിലധികം ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു രണ്ടിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് വരുമ്പോൾ അത് തമ്മിൽ അണ്ടഗോണൈസ് ചെയ്യാം, അതിൻ്റെ ആക്ടിവിറ്റീസ് തമ്മിൽ അണ്ടഗോണൈസ് ചെയ്യാം. ഇങ്ങനെ അണ്ടഗോണൈസ് ചെയ്ത് അവിടെ കെമിക്കൽ റിയാക്ഷൻസ് നടന്നിട്ട് അവിടെ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു അൺവാണ്ടഡ് പ്രോഡക്റ്റ് അവിടെ ഫോം ചെയ്യുന്നു. ഈ ഒരു അൺവാണ്ടഡ് പ്രോഡക്റ്റ് ഫോം ചെയ്തതുകൊണ്ട് നമ്മുടെ ഫോമുലേഷൻ്റെ സേഫ്റ്റി, എഫിക്കസി ഇതെല്ലാം തന്നെ ഓൾട്ടർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇൻകോമ്പാറ്റബിലിറ്റി ഓഫ് എ ഫോമുലേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ അതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ് തമ്മിൽ എന്തെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻസ് നടന്നിട്ട് അവിടെ നമുക്ക് വേണ്ടാത്ത ഒരു അൺഡിസൈറബിൾ പ്രോഡക്റ്റ് ഫോം ചെയ്യുകയും അതുമൂലം നമ്മുടെ ഫോമുലേഷൻ്റെ സേഫ്റ്റി, എഫിക്കസി അതുപോലെ തെറാപ്യൂട്ടിക് ആക്ടിവിറ്റി എല്ലാം തന്നെ അവിടെ ഓൾട്ടർ ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ഈ ഒരു റിയാക്ഷനെയാണ് നമ്മൾ ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇൻകോമ്പാറ്റബിലിറ്റി occurs as a result of mixing of two or more antagonistic substance. അവിടെ എന്താണ് അന്തഗോണിസ്റ്റിക് സബ്സ്റ്റൻസ് തമ്മിൽ റിയാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം അവിടെ ഉണ്ടാവുന്നത്. ആൻഡ് അൺഡിസൈറബിൾ പ്രോഡക്റ്റ്, എപ്പോഴും ഒരു ഇൻകോമ്പാറ്റബിലിറ്റി നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു അൺഡിസൈറബിൾ പ്രോഡക്റ്റ് അവിടെ ഫോം ചെയ്തിരിക്കും. ഈ ഒരു അൺഡിസൈറബിൾ പ്രോഡക്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഫോമുലേഷൻ്റെ സേഫ്റ്റി, എഫിക്കസി ആൻഡ് അപ്പിയറൻസ് ഓഫ് ദ ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷൻ വിൽ ബി ഓൾട്ടേർഡ്. അപ്പോൾ അതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാം, അതിൻ്റെ ആ ഒരു സ്റ്റേറ്റ്, ഇപ്പം പൗഡർ ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ സോളിഡ് സബ്സ്റ്റൻസിലിരിക്കുന്ന ഒരു സാധനം പെട്ടെന്ന് ലിക്വിഡായിട്ട് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇവാപ്പറേറ്റ് ചെയ്ത് ഗ്യാസായി പോവുക, അങ്ങനെ അതിൻ്റെ അപ്പിയറൻസിൽ ചേഞ്ച് ചെയ്യാം. കാണുമ്പോൾ തന്നെ പ്ലസൻറ്റ് അപ്പിയറൻസ് അല്ലാത്ത അല്ലെങ്കിൽ നോർമലി അതിൻ്റെ അപ്പിയറൻസിൽ നിന്ന് ഒരു വേരിയേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇതിനെയാണ് നമ്മൾ ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഇൻകോമ്പാറ്റബിലിറ്റി പഠിക്കുമ്പോഴത്തേക്കിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഇവിടെ ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻകോമ്പാറ്റബിലിറ്റീസ് വരുന്നുണ്ട്. അതിൽ ഓരോ ഇൻകോമ്പാറ്റബിലിറ്റീസിനും ധാരാളം എക്സാമ്പിൾസ് കാണും. അപ്പം നമ്മൾ ആ ഒരു എക്സാമ്പിൾസിലാണ് ഫോക്കസ് ചെയ്ത് നോക്കേണ്ടത്. ഓക്കെ, ദെൻ ഓരോ ഇൻകോമ്പാറ്റബിലിറ്റിക്കും, അതായത് ഓരോ ടൈപ്പിനും ഓരോ രീതിയിലായിരിക്കും കറക്ഷൻ മെത്തേഡ്സ് വരുന്നത്. ചിലതിൽ എന്തെങ്കിലും ഡൈലുവൻ്റ് ആഡ് ചെയ്യുക, ചിലപ്പം എന്തെങ്കിലും സസ്പെൻഡിങ് ഏജൻറ്റോ എമൽസിഫയിങ് ഏജൻറ്റോ ആഡ് ചെയ്യുക, ചിലപ്പോൾ ആ ഒരു ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഒന്ന് മാറ്റുക, അങ്ങനെയൊക്കെ ആയിരിക്കാം എക്സാമ്പിൾസ് വരുന്നത്, കറക്ഷൻ മെത്തേഡ്സ് വരുന്നത്. അപ്പം എക്സാമ്പിൾസിലും അതിൻ്റെ കറക്ഷൻ മെത്തേഡ്സിലുമാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, the interaction of a drug with another drug or of a drug with additives or adjuncts, the dosage errors etc. come under incompatibility. അപ്പോൾ എപ്പോഴൊക്കെയാണ് ഇൻകോമ്പാറ്റബിലിറ്റി ഉണ്ടാവാനുള്ള ചാൻസസ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇൻകോമ്പാറ്റബിലിറ്റിയിൽ വരുന്നത്? നമ്മുടെ രണ്ട് ആക്റ്റീവ് ഡ്രഗ് ഉണ്ട് ഒരു ഫോമുലേഷൻ, അപ്പോൾ അത് തമ്മിലുള്ള ഇൻട്രാക്ഷനും അതുപോലെ ഒരു ഡ്രഗും മറ്റൊരു അഡിറ്റീവ്സും തമ്മിലുള്ള ഇൻട്രാക്ഷൻ വന്നാലും എല്ലാം തന്നെ ഇൻകോമ്പാറ്റബിലിറ്റിയുടെ ക്ലാസ്സിൽ വരുന്നതാണ്. ഓക്കെ, ദെൻ നമുക്ക് ഏതൊക്കെ സ്റ്റെപ്സിലാണ് ഇൻകോമ്പാറ്റബിലിറ്റീസ് വരുന്നതെന്ന് നോക്കാം. ദ ഇൻകോമ്പാറ്റബിലിറ്റീസ് occur not only during compounding and dispensing. നമ്മൾ കോമ്പൗണ്ടിങ്ങോ ഡിസ്പെൻസിങ്ങോ ചെയ്യുന്ന സമയങ്ങളിൽ മാത്രമല്ല ഈ ഇൻകോമ്പാറ്റബിലിറ്റി ഉണ്ടാവാനുള്ള ചാൻസസ്, ബട്ട് ഓൾസോ അറ്റ് ദ സ്റ്റേജ് ഡ്യൂറിങ് ഫോമുലേഷൻ, മാനുഫാക്ചറിങ്, പാക്കേജ് ഓർ ഡ്രഗ് പ്രിപ്പറേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഈ ഏതൊരു സ്റ്റെപ്സിലും നമ്മുടെ ഒരു ഡ്രഗ്സ് മാനുഫാക്ചർ ചെയ്യുന്നത് മുതൽ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന വരെയുള്ള ഏതൊരു സ്റ്റെപ്പിൽ വേണേലും നമുക്ക് ഈ ഒരു ഇൻകോമ്പാറ്റബിലിറ്റി ഉണ്ടാക്കാം. അതായത് മാനുഫാക്ചറിങ്ങിൻ്റെ സമയത്താണെങ്കിൽ പുതിയൊരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്ന സമയത്തായിരിക്കാം, ചില സമയങ്ങളിൽ നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ആ ഒരു കണ്ടെയ്നറുമായിട്ട് അതിലുള്ള കെമിക്കൽസ് റിയാക്ട് ചെയ്തിട്ട് ഇൻകോമ്പാറ്റബിലിറ്റി ഉണ്ടാവാം. ദെൻ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഡ്രഗിൻ്റെ കൂടെ മറ്റേതെങ്കിലും ഒരു ഡ്രഗോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫുഡോ ഇത് തമ്മിൽ റിയാക്ട് ചെയ്തിട്ടും ഇൻകോമ്പാറ്റബിലിറ്റി ഉണ്ടാകാം.
അപ്പോൾ ഏതൊക്കെ സ്റ്റെപ്സിലാണ് നമ്മുടെ ഡ്രഗ് മാനുഫാക്ചർ ചെയ്യുന്നത് മുതൽ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് വരെയുള്ള ഏതൊരു സ്റ്റെപ്സിൽ വേണമെങ്കിലും ഇൻകോമ്പാറ്റബിലിറ്റി സംഭവിക്കാം. നെക്സ്റ്റ് നമ്മൾ ടൈപ്സ് ഓഫ് ഇൻകോമ്പാറ്റബിലിറ്റീസ് ആണ് നോക്കുന്നത്. മെയിനായിട്ട് നമുക്ക് 3 ടൈപ്പ് ഇൻകോമ്പാറ്റബിലിറ്റീസ് ആണുള്ളത്. ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റി, കെമിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റി ആൻഡ് തെറാപ്യൂട്ടിക് ഇൻകോമ്പാറ്റബിലിറ്റി. ഇങ്ങനെയാണ് 3 ടൈപ്പ് ഇൻകോമ്പാറ്റബിലിറ്റീസ് വരുന്നത്. ഫസ്റ്റ് നമുക്ക് ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റി നോക്കാം. 2ഓ അതിലധികമോ ഇൻഗ്രീഡിയൻസ് മിക്സപ്പ് ആവുന്ന സമയത്ത് ആ ഒരു ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ കളറിലോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പിയറൻസിലോ ഉണ്ടാവുന്ന ചേഞ്ചസ് വരുത്തുക. ഈ ഒരു ടൈപ്പിനെയാണ് നമ്മൾ ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്നത്. കാരണം ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റി എപ്പോഴും വിസിബിൾ ആയിരിക്കും. നമുക്ക് ഒരു നേക്കഡ് ഐ വെച്ചിട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന ടൈപ്പായിരിക്കും എപ്പോഴും ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റി. അതിൻ്റെ കളറിലോ അപ്പിയറൻസിലോ ചില സമയത്ത് ഓർഡറിൽ വരെ ചേഞ്ച് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഇവിടെയും എന്താണ്, ഒരു അൺഡിസൈറബിൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു അൺഅക്സെപ്റ്റബിൾ പ്രോഡക്റ്റ് അവിടെ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഫോർമുലേഷൻ മൊത്തത്തിൽ ചേഞ്ച് ആയിരിക്കുന്നത്. അതാണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റി. ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റി ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടുവരാം? ഇറ്റ് ഈസ് ഡ്യൂ ടു ഇമ്മിസിബിലിറ്റി. ഇമ്മിസിബിലിറ്റി ഉണ്ടാവുന്ന എപ്പോഴാണ്? ഒരു പോളാറും ഒരു നോൺ പോളാർ സോൾവെന്റും കൂടെ മിക്സപ്പ് ചെയ്യുന്ന സമയത്താണ് ഇമ്മിസിബിലിറ്റി വരുന്നത്, അല്ലേ? 2 ലിക്വിഡ്സ് തമ്മിൽ ഒരിക്കലും മിക്സ് ആവാതെ കിടക്കുമ്പോഴാണ് ഇമ്മിസിബിലിറ്റി വരുന്നത്. ആൻഡ് വിച്ച് ഈസ് ലീഡ് ടു ദ ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റി. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ഇൻസോലുബിലിറ്റി. ഇൻസോലുബിലിറ്റി എന്താണ്? ചില ഡ്രഗ്സ് വാട്ടറിൽ ഒട്ടും തന്നെ ഡിസോൾവ് ആകില്ല. അപ്പം അങ്ങനെയുള്ളൊരു ഡ്രഗ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ ഒരു ഇൻസോലുബിലിറ്റി കാരണവും ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റി അവിടെ ഫോം ചെയ്യാം. അങ്ങനെ അവിടെ എന്താണ്, പ്രസിപ്പിറ്റേറ്റ് ഒക്കെ ഫോം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇതും ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റിയുടെ ഒരു മെയിൻ റീസൺ ആണ്. നെക്സ്റ്റ് പറഞ്ഞാൽ പ്രസിപ്പിറ്റേറ്റ് ഫോർമേഷൻ. ഓക്കെ, നമുക്ക് ചില സോൾവെൻറ്റ്സ് അല്ലെങ്കിൽ ചില ലിക്വിഡ് ഫോംസ് ഒരു റിയാക്ഷൻസിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഓൾറെഡി സോലുബിൾ ആയിട്ടിരുന്ന ഒരു സൊല്യൂട്ട് പെട്ടെന്ന് കയറി അവിടെ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നു. അപ്പം ഇതെന്താണ്, അവിടെ ഒരു ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റി നടന്നിട്ടുണ്ടെന്നാണ് ഈ ഒരു ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, പ്രസിപ്പിറ്റേറ്റ് ഫോർമേഷനും ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റിയിൽ വരുന്നതാണ്. നെക്സ്റ്റ് പറഞ്ഞാൽ ലിക്വിഫാക്ഷൻ ഓഫ് സോളിഡ് മെറ്റീരിയൽസ്. നമ്മൾ പറഞ്ഞു സ്റ്റേറ്റിൻ്റെ ചേഞ്ച്, അല്ലേ? എന്തെങ്കിലും ഇതൊക്കെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഉണ്ട്. ഇതിൽ ഡ്രഗ്സ് തന്നെ സോളിഡ് സ്റ്റേറ്റിൽ ഇരുന്നവ പെട്ടെന്ന് കയറി ലിക്വിഡ് ആവാം. അതായത് ലിക്വിഫാക്ഷൻ നടന്നിട്ട് സോളിഡ് സബ്സ്റ്റൻസിൽ ഇരുന്നത് പെട്ടെന്ന് ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നു. ഇതെന്താണ്, ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റിയുടെ ഒരു മെയിൻ റീസൺ ആണ്. ഓക്കെ, ലിക്വിഫാക്ഷൻ. അപ്പോൾ ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റി മെയിൻ ആയിട്ട് 4ആണ്: ഇമ്മിസിബിലിറ്റി, ഇൻസോലുബിലിറ്റി, പ്രസിപ്പിറ്റേറ്റ് ഫോർമേഷൻ ആൻഡ് ലിക്വിഫാക്ഷൻ. ഈ 4 കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റി ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി എങ്ങനെ നമുക്ക് ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റീസ് മാറ്റാമെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ പറയുന്നത് ഈസിലി കറക്റ്റഡ് ബൈ അപ്ലൈയിങ് ദ ഫാർമസ്യൂട്ടിക്കൽ സ്കിൽസ് ടു ഒബ്റ്റെയിൻ എ പ്രോഡക്റ്റ് ഓഫ് യൂണിഫോം ഡോസേജ് ആൻഡ് അട്രാക്റ്റീവ് അപ്പിയറൻസ് ആൻഡ് ഹാവിംഗ് സാറ്റിസ്ഫൈങ് തെറാപ്യൂട്ടിക് ആക്ടിവിറ്റി. നമുക്ക് എന്തെങ്കിലും ഫാർമസ്യൂട്ടിക്കൽ സ്കിൽസ് യൂസ് ചെയ്തുകൊണ്ട് സിമ്പിളായിട്ട് ഈ ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റി മാറ്റാനായിട്ട് പറ്റും. കാരണം നമ്മൾ പറഞ്ഞ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇമ്മിസിബിലിറ്റി ആണ്, അല്ലേ? അപ്പം ഇമ്മിസിബിലിറ്റി നമുക്ക് ഈസി ആയിട്ട് ഒരു എമൽസിഫൈങ് ഏജന്റ് യൂസ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാം. അതുപോലെ ഇൻസോലുബിലിറ്റി കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഏതെങ്കിലും ഒരു സസ്പെൻഡിങ് ഏജന്റ് യൂസ് ചെയ്യാം. അങ്ങനെ ഫാർമസ്യൂട്ടിക്കൽ സ്കിൽസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻകോമ്പാറ്റബിലിറ്റി ആണ് ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കിന്. The physical incompatibilities may be corrected by using any one of the following methods. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റി, the change in the order of mixing of the ingredients of the prescription. ഓക്കെ, അപ്പം നമ്മളുടെ ആ ഒരു റിയാക്ഷനിൽ നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ആ ഒരു ഓർഡർ ഓഫ് മിക്സിങ് ഒന്ന് ചേഞ്ച് ചെയ്താൽ നമുക്ക് ഈ പറഞ്ഞ ഇൻകോമ്പാറ്റബിലിറ്റി അവിടെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ് പറഞ്ഞാൽ എമൽസിഫിക്കേഷൻ എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു ഇമ്മിസിബിൾ സോൾവെൻറ്റ്സ് ആണെങ്കിൽ നമുക്കൊരു സ്യൂട്ടബിൾ എമൽസിഫൈങ് ഏജന്റ് ആഡ് ചെയ്തുകൊണ്ട്
അതിനൊരു എമൽഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റി അവിടെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് പറഞ്ഞാൽ അഡീഷൻ ഓഫ് സസ്പെൻഡിങ് ഏജന്റ്. സസ്പെൻഡിങ് ഏജൻസിന് എക്സാമ്പിൾ പറയുമ്പോൾ ട്രഗാകാന്ത്, ഗം അക്കേഷ്യ അതുപോലുള്ള സസ്പെൻഡിങ് ഏജൻറ്റ്സ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റി ചേഞ്ച് ചെയ്യാം. അങ്ങനെ നമ്മുടെ ആ ഒരു ഡ്രഗിന് വാട്ടറിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോൾവെന്റിലാണെങ്കിൽ അതിൽ ഉള്ള ആ ഒരു സോലുബിലിറ്റി എൻഹാൻസ് ചെയ്യാണ് ഈ പറയുന്ന സസ്പെൻഡിങ് ഏജൻസി യൂസ് ചെയ്യുന്നത്. അപ്പം ഇൻസോലുബിലിറ്റിയുടെ കേസിൽ സസ്പെൻഡിങ് ഏജന്റും ഇമ്മിസിബിലിറ്റിയുടെ കേസിൽ എമൽസിഫയിങ് ഏജന്റും അത് തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഓക്കെ. ദെൻ ഫോർത്ത് വൺ, ചേഞ്ച് ഇൻ ദ ഫോം ഓഫ് ഇൻഗ്രീഡിയൻസ്. അതായത് നമ്മുടെ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ചിലപ്പോൾ ഡ്രൈ പൗഡർ സ്റ്റേറ്റിലാണെങ്കിൽ ഇതുപോലുള്ള ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റി അല്ലെങ്കിൽ റിയാക്ഷൻസ് അവിടെ നടക്കാതെയാവും. അപ്പോൾ നമ്മുടെ ആ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ സ്റ്റേറ്റോ ഫോമോ ഒന്ന് ചേഞ്ച് ചെയ്താലും നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ബൈ ആഡിങ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓർ ഒമിഷൻ ഓഫ് തെറാപ്യൂട്ടിക്കലി ഇനാക്റ്റീവ് സബ്സ്റ്റൻസസ്. അതായത് നമ്മുടെ ഡ്രഗും അഡ്ജുവൻറ്റും തമ്മിലുള്ള അല്ലെങ്കിൽ അഡ്ജങ്സ് നമ്മൾ ആഡ് ചെയ്യുന്ന എന്തെങ്കിലും എക്സിപ്പിയൻസ് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഇൻകോമ്പാറ്റബിലിറ്റി വരുന്നതെങ്കിൽ അതിൻ്റെ അതേ വാല്യൂ ഉള്ള മറ്റൊരു ഏജൻറ്റിനെ നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ അവിടെ എന്താണ് വരുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ. നമുക്ക് പ്രോബ്ലം ഇല്ലാത്ത തെറാപ്യൂട്ടിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള ആ ഇൻഗ്രീഡിയൻറ്റിനെ നമ്മളൊന്ന് ഒമിറ്റ് ചെയ്യുക, എന്നിട്ട് അതേ ആക്ഷനുള്ള മറ്റൊന്നിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ. അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റി അവിടെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മൾ പറഞ്ഞത് മെയിനായിട്ട് ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റി വരുന്നത് എന്തൊക്കെയായിരുന്നു? ഇൻസോലുബിലിറ്റി, ഇമ്മിസിബിലിറ്റി, പ്രസിപ്പിറ്റേറ്റ് ഫോർമേഷൻ ആൻഡ് ലിക്വിഫാക്ഷൻ. 4 കാരണങ്ങളായിരുന്നു പറഞ്ഞത്. ദെൻ ഇതാണ് ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഫസ്റ്റ് നമ്മൾ ഓർഡർ ഓഫ് മിക്സിങ് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ എമൽസിഫിക്കേഷൻ നടത്തുക, അതും അല്ലെങ്കിൽ സസ്പെൻഡിങ് ഏജൻറ്റ്സ് ആഡ് ചെയ്യുക. നെക്സ്റ്റ് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ഫോം ഒന്ന്, അതിൻ്റെ ആ ഒരു സ്റ്റേറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ തെറാപ്യൂട്ടിക്കൽ ഇനാക്റ്റീവ് സബ്സ്റ്റൻസ് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവുന്നതെങ്കിൽ അതിനെ ഒന്ന് ഒമിറ്റ് ചെയ്യുകയോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയോ ചെയ്യാം. ഓക്കെ. ഇങ്ങനെയൊക്കെ നമുക്ക് ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റി അവിടെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ നമുക്കിനി ഓരോന്നിൻ്റെയും എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ. ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റീസിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് പറഞ്ഞു. അതിൽ തന്നെ ഓരോന്നിനും നമ്മൾ എക്സാമ്പിൾസ് നോക്കി വെക്കണം. ഫസ്റ്റ് പറയുന്നതാണ് ഇമ്മിസിബിലിറ്റി. ഇമ്മിസിബിലിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴാണ്? ലിക്വിഡ്സിൻ്റെ കേസിലാണ് അല്ലേ? ഡിഫറെൻറ്റ് പൊളാരിറ്റി ഉള്ള സോൾവെൻറ്റ്സ് തമ്മിൽ ഒരിക്കലും കംപ്ലീറ്റ്ലി മിക്സപ്പ് ആവില്ല. അപ്പം അത് കംപ്ലീറ്റ്ലി മിക്സപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എമൽസിഫിക്കേഷൻ നടത്തുന്നത്. അതായത് ഏതെങ്കിലും ഒരു എമൽസിഫൈങ് ഏജന്റ് അവിടെ യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ വരുന്നത്. ദ ഓയിൽസ് ആൻഡ് വാട്ടേഴ്സ് ആർ ഇമ്മിസിബിൾ വിത്ത് ഈച്ച് അതർ. എപ്പോഴും ഓയിൽസും വാട്ടറും എന്തായിരിക്കും? തമ്മിൽ ഇമ്മിസിബിൾ ആയിരിക്കും അല്ലേ? ഇമ്മിസിബിൾ വിത്ത് ഈച്ച് അതർ. ദേ ക്യാൻ ബി മേഡ് മിസിബിൾ വിത്ത് വാട്ടർ ബൈ എമൽസിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് എമൽസിഫിക്കേഷൻ വഴി ഈ ഒരു വാട്ടറിനെ മിസിബിൾ ആക്കാനായിട്ട് പറ്റും. ഇതിന് ഒരു എക്സാമ്പിൾ ആണ് കാസ്റ്റർ ഓയിലും വാട്ടറും. അപ്പോൾ കാസ്റ്റർ ഓയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നോൺ പോളാർ ആണ് അല്ലേ? നോൺ പോളാർ ആണ്, അതായത് ഒരു ലിപ്പിഡ് ക്യാരക്ടർ ഉള്ള ഒരു ഫാറ്റി ലിക്വിഡ്സ് ആണ്. നെക്സ്റ്റ് വാട്ടർ എന്ന് പറയുമ്പോൾ ഒരു പോളാർ സോൾവെന്റ് ആണ്. അപ്പോൾ ഈ നോൺ പോളാർ സോൾവെന്റും പോളാർ സോൾവെന്റും തമ്മിൽ ഒരിക്കലും മിസിബിൾ ആവില്ല. സോ അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഒരു എമൽഷൻ ഇവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഈ ഒരു ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റി അവിടെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. The overcome this incompatibility, an emulsifying agent is used to make a good emulsion. നമുക്ക് ഇവയെ എന്താക്കാം? ഒരു എമൽസിഫൈങ് ഏജന്റ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഗുഡ് എമൽഷൻ പറഞ്ഞിട്ട് അങ്ങനെ നമുക്കിത് പ്രിവെന്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റിയുടെ ഇമ്മിസിബിലിറ്റിക്ക് ഫസ്റ്റ് എക്സാമ്പിൾ ആണ് കാസ്റ്റർ ഓയിൽ പ്ലസ് വാട്ടർ. നെക്സ്റ്റ് പറയുന്നത് ഇൻസോലുബിലിറ്റി. ഇൻസോലുബിലിറ്റി വരുന്നത് ഒരു സൊല്യൂട്ടും ഒരു സോൾവെന്റും ആയിരുന്നു. ഇമ്മിസിബിലിറ്റി വന്നത് 2 സോൾവെന്റ്സ് ആണെങ്കിൽ ഇൻസോലുബിലിറ്റി വരുന്നത് ഒരു സൊല്യൂട്ടും ഒരു സോൾവെന്റും ആയിരിക്കും. നമ്മുടെ സൊല്യൂട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡ്രഗ് മോളിക്യൂള് കംപ്ലീറ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന സോൾവെന്റിൽ ഇൻസോലുബിൾ ആവുകയാണെങ്കിൽ അവിടെ എന്താണ്? ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റി അപ്പിയർ ആവും. ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ഏതെങ്കിലും ഒരു സസ്പെൻഡിങ് ഏജന്റ് യൂസ് ചെയ്തുകൊണ്ട് ആ ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റി അവിടെ പ്രിവെന്റ് ചെയ്യണം. ഓക്കെ. നമുക്ക് നോക്കാം.
insolubility means the inability of a material to dissolve in a particular solvent system. നമ്മൾ യൂസ് ചെയ്യുന്ന സോൾവെന്റ് സിസ്റ്റത്തിൽ അതിന് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. And the majority of the physical incompatibilities are due to the insolubility of inorganic as well as organic compounds in a particular solvents. അപ്പം ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റിയിൽ ഏറ്റവും കൂടുതൽ ആ ഒരു റേറ്റ് വരുന്നത് ഇൻസോലുബിലിറ്റി കൊണ്ടുള്ള ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റീസ് ആണ്. ഓക്കെ, ഇൻസോലുബിലിറ്റി കൊണ്ടാണ് കൂടുതലും നമുക്ക് ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റീസ് കാണാനായിട്ട് പറ്റുന്നത്. The liquid preparations containing indiffusible solids. Okay, indiffusible solids എന്ന് പറഞ്ഞാൽ insoluble ആയിട്ടുള്ള solids such as chalk, aromatic chalk, powder, acetyl salicylic acid, phenacetin, zinc oxide and calamines. Okay, calamine lotion ഒക്കെ നമ്മൾ ലാബിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതെന്താണ്, എപ്പോഴും ഇൻസോലുബിൾ ആയിട്ടാണ് അല്ലേ നിൽക്കുന്നത്. അപ്പം അങ്ങനെ വരുന്ന കേസിൽ അപ്പം ഈ ഒരു ഇൻസോലുബിൾ ഡ്രഗ്സിനൊക്കെ എക്സാമ്പിൾ ഒന്ന് നോക്കി വെക്കുക. ചോക്ക്, ആരോമാറ്റിക് ചോക്ക്, പൗഡർ, അസറ്റൈൽ സാലിസിലിക് ആസിഡ്, ഫെനാസെറ്റിൻ, സിങ്ക് ഓക്സൈഡ് ആൻഡ് കലാമിൻസ്. അപ്പം ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സസ്പെൻഡിങ് ഏജന്റ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ആ ഒരു ഫോർമുലേഷൻ്റെ തിക്നെസ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. അങ്ങനെയാണ് ഈ പറയുന്ന ഇൻസോലുബിൾ ആയിട്ടുള്ള ഡ്രഗ്സ് എല്ലാം തന്നെ അവിടെ സസ്പെൻഡ് ചെയ്ത് നിർത്തേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റി ഓവർകം ചെയ്യേണ്ടത്. It also helps to maintain uniform distribution of the insoluble substance for sufficient long time after shaking the bottle and facilitating uniform measurement of each doses. അപ്പം ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ആ ഒരു സസ്പെൻഡിങ് ഏജന്റ് യൂസ് ചെയ്താൽ ഇൻഡിഫ്യൂസിബിൾ ആയിട്ടുള്ള സോളിഡ്സിനെ ആ ഒരു സൊല്യൂഷനിൽ കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ യൂണിഫോം ആയിട്ട് സസ്പെൻഡ് ചെയ്ത് നിർത്താൻ നമ്മൾ യൂസ് ചെയ്യുന്ന സസ്പെൻഡിങ് ഏജന്റ് അവിടെ ഹെൽപ്പ് ചെയ്യുന്നു. സോ ഇങ്ങനെ സസ്പെൻഡിങ് ഏജന്റിന്റെ ഹെൽപ്പോടെ നമ്മൾ ഒന്ന് ഷേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ ഡോസ് എടുത്താലും യൂണിഫോം ആയിട്ട് നമുക്ക് ആ ഒരു മിക്സ്ചർ കൺസ്യൂം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇൻമിസിബിലിറ്റിക്ക് നമ്മൾ എമൽഷൻ പ്രിപ്പയർ ചെയ്തു. ഇൻസോലുബിലിറ്റി വരുമ്പോഴത്തേക്കിനും നമ്മൾ ബൈ യൂസിങ് എ സസ്പെൻഡിങ് ഏജന്റ്. ഇതിനും നമ്മൾ എക്സാമ്പിൾ പഠിച്ചു വെക്കണം. ഫെനാസെറ്റിൻ, കഫീൻ, ഓറഞ്ച് സിറപ്പ് ആൻഡ് വാട്ടർ. ദ ഫെനാസെറ്റിൻ ഈസ് ആൻ ഇൻഡിഫ്യൂസിബിൾ സബ്സ്റ്റൻസ്. ഓക്കെ, ഫെനാസെറ്റിൻ പ്ലസ് വാട്ടർ എന്താണ്, ഒരു ഇൻസോലുബിലിറ്റിയിൽ വരുന്ന ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റിക്ക് എക്സാമ്പിൾ ആണ്. ഓർത്ത് വെക്കുക, ഫെനാസെറ്റിൻ ഒരു ഇൻഡിഫ്യൂസിബിൾ സബ്സ്റ്റൻസസ് ആണ്. സോ നമ്മൾ കോമ്പൗണ്ട് പൗഡർ ഓഫ് ട്രഗാകാന്തോ അല്ലെങ്കിൽ ട്രഗാകാന്ത് മ്യൂസിലേജോ. അപ്പം ട്രഗാകാന്തും ട്രഗാകാന്ത് മ്യൂസിലേജും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, കോമ്പൗണ്ട് ട്രഗാകാന്ത് പൗഡർ എന്ന് പറഞ്ഞാൽ അത് ഡ്രൈ ഫോമിൽ യൂസ് ചെയ്യുമ്പോഴാണ് അങ്ങനെ പറയുന്നത്. ദെൻ ട്രഗാകാന്തും വാട്ടറും കൂടെ ട്രൈച്ചുറേറ്റ് ചെയ്ത ഫോമിനെയാണ് നമ്മൾ ട്രഗാകാന്ത് മ്യൂസിലേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു കോമ്പൗണ്ട് ട്രഗാകാന്ത് പൗഡറോ അല്ലെങ്കിൽ ട്രഗാകാന്ത് മ്യൂസിലേജോ സസ്പെൻഡിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫെനാസെറ്റിനെ വാട്ടറിൽ സസ്പെൻഡ് ചെയ്ത് നിർത്താനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ അതിൻ്റെ ഇൻസോലുബിലിറ്റി നമുക്ക് ഓവർകം ചെയ്യാം. ഇത് എന്തിന് എക്സാമ്പിൾ ആണ്, ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റിയിലെ ഇൻസോലുബിലിറ്റിക്ക് എക്സാമ്പിൾ ആണ്. ദെൻ നെക്സ്റ്റ് ഡ്രഗ്സ് ആണ് സൾഫർ, ആന്റിബയോട്ടിക്സ് ആൻഡ് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്. ഇവയും എന്താണ്, നമ്മുടെ വാട്ടറിൽ ഇൻസോലുബിൾ ആണ്. സോ ഇൻസോലുബിൾ ആവുന്നതിന് കാരണം ഇത് വെറ്റ് ചെയ്യാൻ, അതായത് വാട്ടറിന് അതിനെ ഒന്ന് വെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പം നമ്മൾ അവിടെ വെറ്റിംഗ് ഏജൻസ് ആഡ് ചെയ്യണം. ഏതൊക്കെ വെറ്റിംഗ് ഏജൻസ് ആണ്, സപ്പോണിൻസ്, പോളിസോർബേറ്റ്സ്. ഓക്കെ, നമ്മളിവിടെ യൂസ് ചെയ്യുന്ന വെറ്റിംഗ് ഏജൻസ് ആണ് സപ്പോണിൻസും പോളിസോർബേറ്റ്സും. ഓക്കെ, അപ്പം ഡ്രഗ്സ് ഏതൊക്കെയായിരുന്നു, സൾഫർ, ആന്റിബയോട്ടിക്സ്, അതുപോലെ സർട്ടൻ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്. ഇങ്ങനെയുള്ള ഡ്രഗ്സിന് വാട്ടറിൽ കംപ്ലീറ്റ് ആയിട്ട് വെറ്റ് ചെയ്യാനായിട്ട് എബിലിറ്റി ഇല്ല. സോ ആ ഒരു വാട്ടറിൻ്റെ എബിലിറ്റി കൂട്ടാൻ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വെറ്റിംഗ് ഏജൻസ് അവിടെ ആഡ് ചെയ്യാം. വെറ്റിംഗ് ഏജൻസിന് എക്സാമ്പിൾ ആണ് സപ്പോണിൻസും പോളിസോർബേറ്റ്സും. അപ്പം നമ്മൾ ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റിയിലെ ഇൻസോലുബിളിന് എക്സാമ്പിൾസ് ആണ് ഈ ഒരു ഫെനാസെറ്റിനും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ആൻറ്റിബയോട്ടിക്സിൻ്റെയും കേസ് പറഞ്ഞത്. നെക്സ്റ്റ് നമ്മുടെ ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റിയിൽ തന്നെ തേർഡ് വൺ ആണ് പ്രസിപ്പിറ്റേഷൻ. അതായത് എന്തെങ്കിലും പ്രസിപ്പിറ്റേറ്റ് അവിടെ ഫോം ചെയ്യുന്ന ഒരു കേസ് വരുന്നത്.
The drug in solution may be precipitate if the solvent in which it is insoluble is added to the solution. അതായത് നമ്മുടെ ഒരു യൂണിഫോം മിക്സറിലുള്ള ഒരു സൊല്യൂഷൻ ഇരിക്കുകയാണ്, അതായത് ആ ഒരു സൊല്യൂഷനിൽ കംപ്ലീറ്റ്ലി മിസിബിൾ ആയിട്ട് ഇരിക്കുകയാണ്. ഈ ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ മറ്റേതെങ്കിലും സോൾവെന്റ് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഡ്രഗ് അല്ലെങ്കിൽ ആ ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യുന്ന സൊല്യൂഷനിൽ സോലുബിൾ അല്ല അല്ലെങ്കിൽ ഇൻസോലുബിൾ ആണെങ്കിൽ അതെന്താവാൻ തുടങ്ങും, പെട്ടെന്ന് തന്നെ അവിടെ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യാനായിട്ട് തുടങ്ങും. അതായത് ഒരു ബീക്കറിൽ സൊല്യൂട്ടും സൊല്യൂഷനും കൂടെ മിക്സപ്പ് ആയിട്ട് യൂണിഫോം ആയിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, ഇതിലേക്ക് നമ്മൾ മറ്റ് ഏതെങ്കിലും ഒരു സൊല്യൂഷൻ ആഡ് ചെയ്യുകയാണ്. ഈ സൊല്യൂഷനിൽ നമ്മുടെ സൊല്യൂട്ട് ഇൻസോലുബിൾ ആണ്. അങ്ങനെ ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഇവിടെ ഇത് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യാനായിട്ട് തുടങ്ങും. അതായത് സോലുബിൾ ആയിട്ടിരുന്നതിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങും. ദെൻ ഇവിടെ എന്താണ്, പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ഇത് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ഇത് എന്തിന് എക്സാമ്പിൾ ആണ്, നമ്മുടെ ഫിസിക്കൽ ഇൻകോമ്പാറ്റിബിലിറ്റിയിലെ പ്രസിപ്പിറ്റേറ്റ് ഫോർമേഷനും എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെ കറക്റ്റ് ചെയ്യുന്നു നോക്കാം. ഒരു എക്സാമ്പിൾസ് ആണ്, റെസിൻസ് ആർ ഇൻസോലുബിൾ ഇൻ വാട്ടർ. സോ നമുക്ക് റെസിനസ് മെറ്റീരിയൽസ് ഉള്ള സൊല്യൂഷൻസിലോട്ട് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് റെസിൻസ് അവിടെ അഗ്ലോമറേറ്റ് ചെയ്യും. ഓക്കെ, അഗ്ലോമറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് അവിടെ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. This can be prevented by slowly adding the undiluted tincture with a vigorous stirring to the dilute suspension or by adding some suitable thickening agent. അപ്പം നമുക്ക് ഈ ഒരു precipitate formation എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ഒരു ഇൻസോലുബിൾ ആക്കുന്ന ഒരു സോൾവെന്റ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വിഗറസ് സ്റ്റിറിങ് കൊടുക്കാം. അവിടെ വിഗറസ് സ്റ്റിറിങ് കൊടുക്കാം. അതുപോലെ തന്നെ ഡൈലൂട്ട് ചെയ്യുക, സസ്പെൻഷൻ അവിടെ എന്ത് ചെയ്യുക, ഡൈലൂട്ട് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു തിക്കനിങ് ഏജന്റ് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, പ്രസിപ്പിറ്റേറ്റ് ഫോർമേഷനിൽ നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമതായിട്ട് വിഗറസ് സ്റ്റിറിങ്ങിലൂടെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഇങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ആ തിക് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് പറഞ്ഞാൽ എപ്പോഴും ഡൈലൂട്ടഡ് സസ്പെൻഷൻസ് നമ്മൾ യൂസ് ചെയ്യുക. ഡൈലൂട്ടഡ് സസ്പെൻഷൻ ആണെങ്കിലും ഇതുപോലെ തിക് പ്രസിപ്പിറ്റേറ്റ് അവിടെ ഫോം ചെയ്യാതെ ഇരിക്കും. അതുപോലെ ഒരു തിക്കനിങ് ഏജന്റ് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. അപ്പോൾ പ്രസിപ്പിറ്റേറ്റ് ഫോർമേഷന് എക്സാമ്പിൾ ആയിരുന്നു റെസിൻസ്, അതായത് വാട്ടറിൽ ഇൻസോലുബിൾ ആവുന്ന റെസിനസ് മാറ്റർ ഉള്ള ഒരു സൊല്യൂഷൻ ആണെങ്കിൽ അതിലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് റെസിൻസ് അഗ്ലോമറേറ്റ്സ് ആവും, അല്ലെങ്കിൽ റെസിൻസിന്റെ പ്രസിപ്പിറ്റേറ്റ് അവിടെ ഫോം ചെയ്യുന്നു. Then gums such as acacia, tragacanth and agar, sugars and many other hydrocolloids are precipitated from their aqueous solution by alcohol or by electrolytes through dehydration process. അതായത് നമ്മുടെ വാട്ടറിൽ സോലുബിൾ ആവുന്ന സബ്സ്റ്റൻസ് ആണ് അക്കേഷ്യ, ട്രഗാകാന്ത്, അഗർ, ഷുഗേഴ്സ്, അതുപോലുള്ള മെനി അതർ ഹൈഡ്രോകൊളോയിഡ്സ്. ഇവയെല്ലാം തന്നെ വാട്ടറിൽ സോലുബിൾ ആണ്. പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു ആൽക്കഹോളോ അല്ലെങ്കിൽ അതർ ഇലക്ട്രോലൈറ്റ്സോ ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് വാട്ടറിൽ സോലുബിൾ ആയിട്ടിരുന്ന ഈ ഒരു സബ്സ്റ്റൻസ് പെട്ടെന്ന് ഡീഹൈഡ്രേറ്റ് ചെയ്ത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇതും എന്തിന് എക്സാമ്പിൾ ആണ്, നമ്മുടെ പ്രസിപ്പിറ്റേറ്റ് ഫോർമേഷൻ എക്സാമ്പിൾ ആണ് കേട്ടോ. ഗം സച്ചസ് അക്കേഷ്യ, ട്രഗാകാന്ത്, അതുപോലെ ഹൈഡ്രോകൊളോയിഡ്സ്, ഷുഗേഴ്സ്, ഇതൊക്കെ വാട്ടറിൽ സോലുബിൾ ആണ്. പക്ഷേ ഇതിനെ ഇൻസോലുബിൾ ആക്കുന്ന സോൾവെന്റ്സ് ആയിട്ടുള്ള ആൽക്കഹോളോ അതുപോലെ എന്തെങ്കിലും ഇലക്ട്രോലൈറ്റ്സോ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ പറഞ്ഞ ഗംസ് അല്ലെങ്കിൽ ഷുഗേഴ്സ് പെട്ടെന്ന് തന്നെ ഡീഹൈഡ്രേറ്റ് ചെയ്ത് ആ ഒരു സൊല്യൂഷനിൽ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. The preparation which is made in organic solvents when mixed with the preparation made in water, this precipitation will occur. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഓർഗാനിക് സോൾവെന്റ്സിൽ മിക്സ് ചെയ്ത്, അതായത് ഓർഗാനിക് സോൾവെന്റ് വെച്ചിട്ട് ഒരു സൊല്യൂഷൻസ് അവിടെ ഫോം ചെയ്ത് വെച്ചിരിക്കുന്നു. അതിലേക്ക് നമ്മുടെ വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്തും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, വെൻ മിക്സ്ഡ് വിത്ത് വാട്ടർ ആഡ് ചെയ്യുമ്പോഴത്തേക്കിനും ഇതുപോലെ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. Tincture of liquid extract when mixed with a syrup or some aqueous solution will result in precipitation. അതായത് ടിങ്ചർ അല്ലെങ്കിൽ ലിക്വിഡ് എക്സ്ട്രാക്ട്സ്
നമ്മുടെ ആൽക്കഹോളോ ഫിനോളോ എന്തെങ്കിലും വെച്ചിട്ട് ഫോം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടിങ്ചർ എക്സ്ട്രാക്ട് അല്ലേ, അതിലേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുക അല്ലെങ്കിൽ അക്വസ് ആയിട്ടുള്ള പോളാർ സോൾവെന്റ്സ് ആഡ് ചെയ്താലും ഇതുപോലെ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യാം. ഇതെല്ലാം തന്നെ എന്തിന് എക്സാമ്പിൾ ആണ്? നമ്മുടെ പ്രസിപ്പിറ്റേറ്റ് ഫോർമേഷന് എക്സാമ്പിൾ ആണ്. വോളറ്റൈൽ ഓയിൽസ് ആർ സോലുബിൾ ഇൻ ആൽക്കഹോൾസ്. നമുക്കറിയാം വോളറ്റൈൽ ഓയിൽസ് എപ്പോഴും എന്താണ്, ആൽക്കഹോളിൽ സോലുബിൾ ആണ്. പക്ഷെ ഇതിലേക്ക് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ, വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പോളാർ സോൾവെന്റ് ആണ് അല്ലേ. വോളറ്റൈൽ ഓയിൽസും ആൽക്കഹോളും എല്ലാം നോൺ പോളാർ ആണ്. അപ്പം അതിലേക്ക് എക്സ്ട്രാ ഉള്ള പോളാർ ആയിട്ടുള്ള വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് the non-aromatic portion of the oil get precipitated. നമ്മുടെ അവിടുത്തെ ആ ഒരു നോൺ ആരോമാറ്റിക് പോർഷൻ ആയിട്ടുള്ള ഓയിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. അങ്ങനെ അവിടെ ടർബിഡിറ്റി അപ്പിയർ ചെയ്യുന്നു. ഇതും എന്തിന് എക്സാമ്പിൾ ആണ്? നമ്മൾ പറഞ്ഞ ഈ ഒരു ഫിസിക്കൽ ഇൻകോമ്പാറ്റിബിലിറ്റിയിലെ പ്രസിപ്പിറ്റേറ്റ് ഫോർമേഷന് എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പ്രസിപ്പിറ്റേഷന് തന്നെ മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ടിങ്ചർ ബെൻസോയിൻ കോമ്പൗണ്ടും ഗ്ലിസറിനും റോസ് വാട്ടറും. ഓക്കെ, ടിങ്ചർ ബെൻസോയിൻ കോമ്പൗണ്ട്, ഗ്ലിസറിൻ, റോസ് വാട്ടറും. ടിങ്ചർ ബെൻസോയിൻ കോമ്പൗണ്ട്, ഗ്ലിസറിൻ ആൻഡ് റോസ് വാട്ടർ. നമ്മൾ ഈ പറഞ്ഞ ടിങ്ചർ ബെൻസോയിൻ കോമ്പൗണ്ടിൽ റെസിൻസ് പ്രസന്റ് ആണ്. നമുക്കറിയാം റെസിൻസ് എന്ന് പറഞ്ഞാൽ വാട്ടറിൽ എന്താണ്, ഇൻസോലുബിൾ ആണ് അല്ലേ. അപ്പം ഇവിടെ നമ്മൾ റോസ് വാട്ടറും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. സോ നമ്മൾ ഈ ഒരു ഫോർമുലേഷൻ ചെയ്യുന്ന സമയത്ത് റാപ്പിഡ് സ്റ്റിർ ചെയ്തുകൊണ്ട് ഇതിനെ ആഡപ്പ് ചെയ്യാം. ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് അവിടെ ആ ഒരു സസ്പെൻഡിങ് ഏജന്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഫോർമുലേഷൻ അവിടെ ക്ലിയർ ആക്കാനായിട്ട് പറ്റും. അതായത് പ്രസിപ്പിറ്റേറ്റ് ഇല്ലാത്ത ഫോർമുലേഷൻ അവിടെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഒന്നുകൂടെ നോക്കാം. പ്രസിപ്പിറ്റേഷന്റെ മറ്റൊരു എക്സാമ്പിൾ ആണ് ടിങ്ചർ ബെൻസോയിൻ കോമ്പൗണ്ട്, ഗ്ലിസറിൻ ആൻഡ് റോസ് വാട്ടർ. ഈ ടിങ്ചർ ബെൻസോയിൻ കോമ്പൗണ്ടിൽ എപ്പോഴും റെസിൻസ് പ്രസന്റ് ആയിരിക്കും. റെസിൻസ് വിച്ച് ഈസ് ഇൻസോലുബിൾ ഇൻ വാട്ടർ. ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് റാപ്പിഡ് സ്റ്റിറിങ് കൊടുത്തുകൊണ്ട് ഈ ഒരു ഫോർമുലേഷനെ നമുക്ക് സ്റ്റേബിൾ ആയിട്ട് വെക്കാനായിട്ട് പറ്റും. ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? പ്രസിപ്പിറ്റേറ്റ് ഫോർമേഷന് എക്സാമ്പിൾ ആണ്. അപ്പോൾ പ്രസിപ്പിറ്റേറ്റ് ഫോർമേഷന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഒന്നില്ലെങ്കിൽ വിഗറസ് സ്റ്റിറിങ് ചെയ്യുക, അതുപോലെ ഡൈലൂട്ട് സസ്പെൻഷൻസ് ഫോം ചെയ്യുക. അപ്പം ഇങ്ങനെ ഡൈലൂട്ട് സസ്പെൻഷൻസ് ഫോം ചെയ്യുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ അവിടെ തിക്കായിട്ടുള്ള പ്രസിപ്പിറ്റേറ്റ് അവിടെ ഫോം ചെയ്യില്ല. തിൻ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ നമുക്ക് ഷെയ്ക്ക് ചെയ്തുകൊണ്ട് ആ ഒരു പ്രസിപ്പിറ്റേറ്റിന്റെ സൈസ് കുറയ്ക്കാനും അല്ലെങ്കിൽ അത് സോലുബിൾ ആക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ പ്രസിപ്പിറ്റേഷൻ വരുന്ന സമയത്ത് നമുക്ക് വിഗറസ് സ്റ്റിറിങ് കൊണ്ടും ഡയലൂട്ട് സസ്പെൻഷൻസ് യൂസ് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ എന്തെങ്കിലും തിക്കനിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? സസ്പെൻഡിങ് ഏജന്റ് തന്നെയാണ്. ഏതെങ്കിലും ഒരു സസ്പെൻഡിങ് ഏജന്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നതിനെ അവിടെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ഫിസിക്കൽ ഇൻകോമ്പാറ്റിബിലിറ്റീസിൽ ഫസ്റ്റ് ഇൻസോലുബിലിറ്റി, ദെൻ ഇമ്മിസിബിലിറ്റി ആൻഡ് തേർഡ് വൺ ആണ് പറഞ്ഞത് പ്രസിപ്പിറ്റേറ്റ് ഫോർമേഷൻ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് പറയുന്നത് ലിക്വിഫാക്ഷൻ ആണ്. എന്താണ് ലിക്വിഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും, അതായത് യൂടെക്റ്റിക് മിക്സ്ചേഴ്സ് തമ്മിൽ ഏതെങ്കിലും രണ്ട് ഇൻഗ്രീഡിയൻസ് തമ്മിൽ മിക്സപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് റൂം ടെമ്പറേച്ചറിനെക്കാളിലും കുറഞ്ഞിട്ട് ആ ഒരു റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പം യൂടെക്റ്റിക് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടും സോളിഡ് ഫോമിൽ ഇരിക്കുന്നതായിരിക്കാം. ദെൻ ആ ഒരു രണ്ട് ഇൻഗ്രീഡിയൻറ്റും തമ്മിൽ മിക്സപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് നമ്മുടെ നോർമൽ റൂം ടെമ്പറേച്ചറിനെക്കാളും കുറയുകയും അതുവഴി അത് ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ യൂടെക്റ്റിക് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ യൂടെക്റ്റിക് മിക്സ്ചേഴ്സ് ആണ് എപ്പോഴും ലിക്വിഫാക്ഷൻ നടക്കാനുള്ള ചാൻസസ് ഉള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. When certain low melting point solids are mixed together, a liquid or soft mass known as eutectic mixture is produced. അല്ലേ, ആ ഒരു സോളിഡ് സബ്സ്റ്റൻസിൽ ഇരുന്ന സാധനം പെട്ടെന്ന് മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ ലിക്വിഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഫ്റ്റ് മാസ് എന്ന് പറയുമ്പോൾ സെമി സോളിഡ് അല്ലെങ്കിൽ ഒരു ജെല്ലി ഫോമോ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ചാൻസ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ യൂടെക്റ്റിക് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. This occurs due to the lower of the melting point of the mixture to below the room temperature. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മൾ മിക്സപ്പ് ചെയ്ത ആ ഒരു രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർന്ന് കഴിയുമ്പോൾ അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ്
നമ്മുടെ റൂം ടെമ്പറേച്ചറിനേക്കാളും താഴെയാവുന്നു. ഇങ്ങനെ മെൽറ്റിംഗ് പോയിന്റ് റൂം ടെമ്പറേച്ചറിനേക്കാളും താഴെയാവുമ്പോഴാണ് അത് മെൽറ്റ് ചെയ്ത് ലിക്വിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. Many chemicals form hydrates, compounds with water of crystallization that are stable at room temperature or normal humidity. പല ഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും സബ്സ്റ്റൻസ് പ്ലസ് വാട്ടർ, ഇതിനെയാണ് നമ്മൾ ഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. വാട്ടറുമായിട്ട് മിക്സപ്പ് ചെയ്ത ഫോം അല്ലേ ഹൈഡ്രസ് ഫോം എന്ന് പറയാം. അപ്പം മിക്ക സബ്സ്റ്റൻസിൻ്റെയും ഹൈഡ്രസ് ഫോംസ് നമ്മുടെ നോർമൽ ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ നോർമൽ റൂം ടെമ്പറേച്ചറിൽ സ്റ്റേബിൾ ആണ്. അതങ്ങനെ പെട്ടെന്ന് ലിക്വിഫാക്ഷൻ നടക്കില്ല. പക്ഷേ but these compounds will tend to release their water of hydration under the influence of increasing temperature or decreasing humidity. നമ്മുടെ ടെമ്പറേച്ചർ റൈസ് വന്നാലോ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റിയിൽ എന്തെങ്കിലും ഡിക്രീസ് വന്നാലോ ഈ പറഞ്ഞ സബ്സ്റ്റൻസ് എന്താവാനുള്ള ചാൻസ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഹൈഡ്രേറ്റ് ചെയ്തിരിക്കുന്ന വാട്ടറിനെ പുറത്തേക്ക് വിടാനുള്ള ചാൻസസ് ഉണ്ട്. ഇങ്ങനെ ആവുമ്പോഴാണ് അവിടെ ലിക്വിഫാക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പം ഇത് രണ്ടും ലിക്വിഫാക്ഷൻ നടക്കാനുള്ള രണ്ട് റീസൺസ് ആണ്. ഒന്ന് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക, സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഹ്യൂമിഡിറ്റി ഡിക്രീസ് ചെയ്യുക. ഇത് രണ്ടും കൊണ്ട് എന്താവാനുള്ള ചാൻസ് ഉണ്ട്, നമ്മുടെ യൂടെക് മിക്സ്ചേഴ്സ് ലിക്വിഫാക്ഷൻ നടത്താനുള്ള ചാൻസസ് ഉണ്ട്. The medicaments showing this type of behavior are, നമുക്ക് ഇതുപോലെ ലിക്വിഫാക്ഷൻ നടത്തുന്ന അല്ലെങ്കിൽ യൂടെക്റ്റിക് മിക്സ്ചേഴ്സ് ഫോം ചെയ്യുന്ന ചിലതിന് എക്സാമ്പിൾ ആണ് കാംഫർ, മെന്തോൾ, തൈമോൾ, ഫീനോൾ, ക്ലോറൽ ഹൈഡ്രേറ്റ് ആൻഡ് ആസ്പിരിൻ. ഓക്കെ, ഒന്നുകൂടെ നോക്കുക. കാംഫർ, മെന്തോൾ, തൈമോൾ, ഫീനോൾ, ക്ലോറൽ ഹൈഡ്രേറ്റ്സ് ആൻഡ് ആസ്പിരിൻസ്, ഇതെല്ലാം യൂടെക്റ്റിക് മിക്സ്ചേഴ്സ് ഫോം ചെയ്യാൻ കേപ്പബിലിറ്റി കാണിക്കുന്ന ഏജൻസ് ആണ്. അതായത് റൂം ടെമ്പറേച്ചർ ഒന്ന് റൈസ് ആവുകയോ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ഒന്ന് ഡിക്രീസ് ആവുകയോ ചെയ്യുന്ന സമയത്ത് ഇവ ഈസി ആയിട്ട് ലിക്വിഫൈ ചെയ്ത് മാറുന്നു. These types of substances create problem when they are dispensed in powder form. അപ്പോൾ എപ്പോഴും ഈ ഒരു സബ്സ്റ്റൻസ് പൗഡർ ഫോമിൽ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ യൂടെക്റ്റിക് മിക്സ്ചർ ആവാനുള്ള ടെൻഡൻസി കാണിക്കുന്നത്. സോ നമുക്ക് ഇതിനെ എങ്ങനെ ഡിസ്പെൻസ് ചെയ്യാം അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ട്രൈച്ചുറേറ്റ് ടുഗദർ ടു ഫോം ലിക്വിഡ് ആൻഡ് മിക്സ് വിത്ത് ആൻ അബ്സോർബൻ ലൈക്ക് ലൈറ്റ് കവോലിൻ ഓർ ലൈറ്റ് മാഗ്നീഷ്യം കാർബണേറ്റ് ടു പ്രൊഡ്യൂസ് ഫ്രീ ഫ്ലോയിങ് പൗഡർ. അപ്പം ഇങ്ങനെ പൗഡർ ഫോമിൽ തന്നെ ഇരിക്കുമ്പോൾ ഇതെന്താണ്, വാട്ടർ പുറത്തേക്ക് പോയിട്ട് അല്ലെങ്കിൽ ആ ഹൈഡ്രേറ്റ് ചെയ്ത വാട്ടർ പുറത്തേക്ക് പോയി ലിക്വിഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ നമ്മൾ ആദ്യം തന്നെ ഇതിനെ മിക്സപ്പ് ചെയ്തിട്ട് ട്രൈച്ചുറേറ്റ് ചെയ്യാം. അങ്ങനെ ട്രൈച്ചുറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് വാട്ടർ അല്ലേ ആ ഒരു ലിക്വിഡ് പുറത്തോട്ട് വന്ന് ലിക്വിഡ് ഫോം ആയിട്ട് മാറും. ദെൻ നമ്മൾ ഇതിനെ ഒരു അബ്സോർബൻ്റ് ആയിട്ടുള്ള ലൈറ്റ് കവോലിനോ അല്ലെങ്കിൽ ലൈറ്റ് മാഗ്നീഷ്യം കാർബണേറ്റോ യൂസ് ചെയ്തുകൊണ്ട്, അബ്സോർബൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു വാട്ടർ ആ ഒരു മിക്സ്ചറിൽ നിന്ന് വാട്ടർ അബ്സോർബ് ചെയ്തെടുക്കുക. അങ്ങനെ നമുക്കൊരു അബ്സോർബൻറ്റിനെ യൂസ് ചെയ്തുകൊണ്ട് അവിടെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള പൗഡേഴ്സ് ഒബ്റ്റെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലിക്വിഫാക്ഷൻ അല്ലെങ്കിൽ യൂടെക്റ്റിക് മിക്സ്ചേഴ്സ് ഡിസ്പെൻസ് ചെയ്യുന്ന ഫസ്റ്റ് മെത്തേഡാണ് ആദ്യം ഇതിനെ ട്രൈച്ചുറേറ്റ് ചെയ്യുക. ട്രൈച്ചുറേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ലിക്വിഡായിട്ട് ഫോം ചെയ്യും. ദെൻ ഒരു അബ്സോർബൻ്റ് ലൈറ്റ് കവോലിനോ ലൈറ്റ് മാഗ്നീഷ്യം കാർബണേറ്റോ ആഡപ്പ് ചെയ്തിട്ട് ആ ഒരു വാട്ടറിനെ അബ്സോർബ് ചെയ്തിട്ട് നമുക്ക് ഫ്രീ ഫ്ലോയിങ് പൗഡേഴ്സ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ മെഡിക്കമെൻറ്റ് ഈസ് പൗഡേർഡ് സെപ്പറേറ്റ്ലി. നമുക്ക് സെപ്പറേറ്റ്ലി പൗഡർ ചെയ്യാം, അതായത് സെപ്പറേറ്റ്ലി ആ ഒരു സൈസ് റെഡ്യൂസ് ചെയ്യുക. ദെൻ മിക്സ്ഡ് വിത്ത് ആൻ അഡ്സോർബൻ ആൻഡ് ദെൻ കമ്പൈൻഡ് ടുഗദർ ലൈറ്റ്ലി ആൻഡ് ഫിൽഡ് ഇൻ സ്യൂട്ടബിൾ കണ്ടെയ്നേഴ്സ്. ദെൻ ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും സെപ്പറേറ്റ് ഒരു അബ്സോർബൻറ്റുമായിട്ട് അവിടെ മിക്സ് ചെയ്യുക. എന്നിട്ട് മാത്രം കമ്പൈൻ ചെയ്യിക്കുക. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് കമ്പൈൻ ചെയ്ത് ട്രൈച്ചുറേറ്റ് ചെയ്ത് ലിക്വിഡ് ആക്കി മാറ്റിയിട്ട് മറ്റൊരു അബ്സോർബൻ്റ് യൂസ് ചെയ്ത് ആ വാട്ടറിനെ വലിച്ചെടുക്കുന്ന രീതിയായിരുന്നു ഫസ്റ്റ് പറഞ്ഞത്. സെക്കൻഡ് ആണെങ്കിലോ നമ്മൾ ഓരോ പൗഡറിനെയും സെപ്പറേറ്റ് അബ്സോർബൻറ്റുമായിട്ട് മിക്സ് ചെയ്തിട്ട് ദെൻ അതിനെ ആ ഒരു രണ്ട് യൂടെക്റ്റിക് മിക്സ്ചർ കോമ്പൗണ്ട്സിനെയും കൂടെ മിക്സപ്പ് ചെയ്യാം. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ലിക്വിഫാക്ഷൻ അവിടെ പ്രിവെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ഇൻകോമ്പാറ്റബിലിറ്റി നമുക്കവിടെ ഓവർകം ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ ഫിസിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റിയുടെ നാലാമത്തെ പ്രോബ്ലം അല്ലെങ്കിൽ നാലാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ലിക്വിഫാക്ഷൻ. ഓക്കെ, നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ നോക്കാം. കാംഫർ, മെന്തോൾ, അമോണിയം ക്ലോറൈഡ്, ലൈറ്റ് മാഗ്നീഷ്യം കാർബണേറ്റ്
ഇത്രയുമാണ് ഇൻഗ്രീഡിയൻസ്. അപ്പം കാംഫറും മെന്തോളും ഒക്കെ നമ്മളവിടെ യൂടെക്ടിക് മിക്സ്ചേഴ്സിൽ ലിസ്റ്റ് ചെയ്തതിൽ പെട്ടതായിരുന്നു അല്ലേ, കാംഫറും മെന്തോളും ഒക്കെ. അപ്പം ഇതെന്താണ്, ലിക്വിഫാക്ഷന് ചാൻസസ് ഉള്ള കോമ്പൗണ്ട് ആണ്. ഇത് അമോണിയം ക്ലോറൈഡും ലൈറ്റ് മഗ്നീഷ്യം കാർബണേറ്റും ആയിട്ട് മിക്സപ്പ് ചെയ്യാൻ പോവുകയാണ്. In this prescription, menthol, camphor and ammonium chloride get liquefied on mixing with each other. ഈ മൂന്ന് സബ്സ്റ്റൻസും എന്താണ്, മിക്സപ്പ് ചെയ്യുന്ന സമയത്ത് ലിക്വിഫൈഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. To dispense this prescription, menthol, camphor and ammonium chloride are triturated together to form liquid. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ഒരു ഇൻഗ്രീഡിയൻസിനെ മൂന്നും നല്ലപോലെ ട്രൈച്ചുറേറ്റ് ചെയ്യുക. അപ്പം അവിടെ ലിക്വിഡ് ഫോം ചെയ്യും. Add light magnesium carbonate and mix thoroughly to make freely flowing powder. അങ്ങനെ മിക്സപ്പ് ചെയ്തതിന് ശേഷം ലൈറ്റ് മാഗ്നീഷ്യം കാർബണേറ്റ് ആഡ് ചെയ്യുക. ലൈറ്റ് മാഗ്നീഷ്യം കാർബണേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു അബ്സോർബൻ്റ് ആണ് അല്ലേ. ഏതൊരു മിക്സറിൽ ആഡ് ചെയ്യുന്നോ അവിടെ എക്സസ് ആയിട്ടുള്ള വാട്ടറിനെ ഈ പറയുന്ന അബ്സോർബൻ്റ് അവിടെ അബ്സോർബ് ചെയ്ത് എടുക്കുന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു മിക്സ്ചറിനെ ഫ്രീലി ഫ്ലോയിങ് പൗഡർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം എക്സാമ്പിൾ ഓർത്ത് വെക്കുക. മെന്തോൾ, കാംഫർ, അമോണിയം ക്ലോറൈഡ് മൂന്നും എന്താണ്, ഒരു യൂടെക്ടിക് മിക്സ്ചർ ആവുന്ന അല്ലെങ്കിൽ ലിക്വിഫൈ ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ്. നമ്മളിവിടെ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അബ്സോർബൻ്റ് ആണ് ലൈറ്റ് മാഗ്നീഷ്യം കാർബണേറ്റ് എന്ന് പറയുമ്പോൾ. നെക്സ്റ്റ് കെമിക്കൽ ഇൻകോമ്പാറ്റിബിലിറ്റി അല്ലേ. നമ്മൾ ഫസ്റ്റ് ഫിസിക്കൽ ഇൻകോമ്പാറ്റിബിലിറ്റി ആയിരുന്നു പറഞ്ഞത്. ഫിസിക്കൽ ഇൻകോമ്പാറ്റിബിലിറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു വിസിബിൾ ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് അവിടെ നടക്കുന്നത്. അതുപോലെ നമുക്ക് ആ ഒരു പ്രോബ്ലം അവിടെ നേക്കഡ് ആയി വെച്ചിട്ട് നമുക്ക് വിസിബിൾ ആണ്. അതായത് എന്തെങ്കിലും കളർ ചേഞ്ച് അല്ലെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുക, ഈ ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇൻകോമ്പാറ്റിബിലിറ്റിയിലെ സെക്കൻഡ് ക്ലാസ് ആണ് കെമിക്കൽ ഇൻകോമ്പാറ്റിബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കിന് chemical incompatibility may be result of a chemical interaction between the ingredients of a prescription. ഓക്കെ, അപ്പം ഇവിടെ എന്ത് നടക്കാനുള്ള ചാൻസ് ഉണ്ട്, കെമിക്കൽ ഇൻറ്ററാക്ഷൻസ്. കെമിക്കൽ ഇൻറ്ററാക്ഷൻസ് എന്ന് പറയുമ്പോൾ കെമിക്കൽ റിയാക്ഷൻസ്, അതിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് തമ്മിൽ എന്തെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നു. ആൻഡ് എ ടോക്സിക് ഓർ ഇനാക്റ്റീവ് പ്രോഡക്റ്റ് ഈസ് ഫോംഡ്. അങ്ങനെ ഒരു കെമിക്കൽ റിയാക്ഷൻസ് നടന്നിട്ട് നമ്മുടെ ആ ഒരു സൊല്യൂഷനിൽ അല്ലെങ്കിൽ ആ ഒരു കോമ്പൗണ്ടിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. While dispensing such prescription, the precaution should be taken either to prevent the formation of harmful product. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഹാംഫുൾ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെങ്കിലും പ്രിവെൻറ്റ് ചെയ്യണം. To correct them and prescriber must be informed in this regard. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ശ്രദ്ധയിൽ പെട്ടാൽ അത് മാക്സിമം അവിടെ പ്രിവെൻറ്റ് ചെയ്യണം. കാരണം ഇങ്ങനൊരു ടോക്സിക് പ്രോഡക്റ്റ് അതിൻ്റെ അകത്ത് ഫോം ചെയ്താൽ അത് നമ്മുടെ തെറാപ്യൂട്ടിക് എഫിക്കസി കുറയ്ക്കുമെന്ന് മാത്രമല്ല അത് കൺസ്യൂം ചെയ്യുന്ന പേഷ്യൻസിൽ ധാരാളം ഹാംഫുൾ എഫക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. സോ മസ്റ്റ് ബി കെയർഫുൾ അബൌട്ട് ദ കെമിക്കൽ ഇൻകോമ്പാറ്റിബിലിറ്റി. Then chemical incompatibility often occurs due to എങ്ങനെയൊക്കെ നമുക്ക് കെമിക്കൽ ഇൻകോമ്പാറ്റിബിലിറ്റി ഉണ്ടാവാം, ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഇതെല്ലാം എന്താണ്, റിയാക്ഷൻസ് ആണ് അല്ലേ. ഡിഫറെൻറ്റ് ടൈപ്സ് റിയാക്ഷൻസ് ആണ്. ഓക്സിഡേഷൻ, റിഡക്ഷൻ, അല്ലെങ്കിൽ ആസിഡ് ബേസ് ഹൈഡ്രോളിസിസ്, അതും അല്ലെങ്കിൽ കോമ്പിനേഷൻ റിയാക്ഷൻസ്, ഇങ്ങനെ ധാരാളം റിയാക്ഷൻസ് നടന്നാണ് കെമിക്കൽ ഇൻകോമ്പാറ്റിബിലിറ്റി ഉണ്ടാവാനുള്ള ചാൻസ്. ഇനി ഇങ്ങനൊരു കെമിക്കൽ ഇൻകോമ്പാറ്റിബിലിറ്റി ഉണ്ടായാൽ അവിടെ ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യുകയും അത് നമ്മുടെ ഹെൽത്തിനെ ഹാംഫുൾ ആയിട്ട് എഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. These reactions may be noticed by, നമുക്ക് കെമിക്കൽ ഇൻകോമ്പാറ്റിബിലിറ്റി ഉണ്ടായി എന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്നാണ് ഈ പറയുന്നത്. പ്രസിപ്പിറ്റേഷൻ, അവിടെ എന്തെങ്കിലും പ്രസിപ്പിറ്റേഷൻ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ എഫർവസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എവല്യൂഷൻ ഓഫ് എ ഗ്യാസിനെയാണ് നമ്മൾ എഫർവസൻസ് എന്ന് പറയുന്നത്. ഒരു ഗ്യാസ് നമ്മുടെ ആ ഒരു പ്രോഡക്റ്റിൽ നിന്ന് ഇവോൾവ് ചെയ്തു പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ദെൻ ഡീകമ്പോസിഷൻ നടന്ന് ആ ഒരു മിക്സ്ചറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഫോമുലേഷൻ്റെ അപ്പിയറൻസ് ചേഞ്ച് ആവാം, അതിൻ്റെ ആ ഒരു ഓർഡർ ചേഞ്ച് ആവാം, അതിൻ്റെ ഒരു പ്ലസൻറ്റ് അപ്പിയറൻസ് നമുക്ക് നഷ്ടമാകുന്നു, ഡീകമ്പോസിഷൻ. ആൻഡ് കളർ ചേഞ്ച് ബൈ എക്സ്പ്ലോഷൻ, എന്തെങ്കിലും പെട്ടെന്നൊരു ബേസ്റ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം
അവിടെ ഒരു കെമിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റി ഹാപ്പനിങ് ആയിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലായിരുന്നു കെമിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റി ഹാപ്പനിങ് ആവുന്നത്? ഓക്സിഡേഷൻ റിഡക്ഷൻ, അല്ലെങ്കിൽ ആസിഡ് ബേസ് ഹൈഡ്രോളിസിസ്, അല്ലെങ്കിൽ കോമ്പിനേഷൻ റിയാക്ഷൻസ് കൊണ്ടൊക്കെ കെമിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റി അപ്പിയർ ആവുന്നു. ദെൻ ഈ ഒരു രീതിയിലൊക്കെയാണ് നമുക്കത് വിസിബിൾ ആകുന്നത്. The prescription having chemical incompatibility should be dispensed only after its correction by the prescriber. Okay. Then chemical incompatibility രണ്ട് ടൈപ്സ് ഉണ്ട്, ടോളറേറ്റഡും അഡ്ജസ്റ്റഡും. ഇത് എപ്പോഴും ക്വസ്റ്റ്യൻസിൽ വരാറുള്ളതാണ് കേട്ടോ. ടോളറേറ്റഡും അഡ്ജസ്റ്റഡും കെമിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റി തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ടോളറേറ്റഡ് ഇൻകോമ്പാറ്റബിലിറ്റി. ഇൻ ടോളറേറ്റഡ് ഇൻകോമ്പാറ്റബിലിറ്റി ദ കെമിക്കൽ ഇൻട്രാക്ഷൻ ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ ചേഞ്ചിങ് ദ ഓർഡർ ഓഫ് മിക്സിംഗ് ഓർ മിക്സിംഗ് ദ സൊല്യൂഷൻ ഇൻ ഡൈലൂട്ട് ഫോംസ് ബട്ട് നോ ഓൾട്ടറേഷൻ ഈസ് മെയ്ഡ് ഇൻ ദ ഫോർമുലേഷൻ. അതായത് ടോളറേറ്റഡ് ഇൻകോമ്പാറ്റബിലിറ്റിയിൽ നമ്മൾ ആ ഒരു ഇൻകോമ്പാറ്റബിലിറ്റി മിനിമൈസ് ചെയ്യുകയാണ്. അതായത് അത്രമേൽ എഫക്റ്റീവ് അല്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെ ഒന്ന് ജസ്റ്റ് അതിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇത് കുറയ്ക്കുകയാണ്. എങ്ങനെയൊക്കെ കുറയ്ക്കാം? ഒന്നില്ലെങ്കിൽ നമുക്ക് ഓർഡർ ഓഫ് മിക്സിങ് ചേഞ്ച് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് അവിടെ ഡൈലൂട്ട് ഫോംസ് യൂസ് ചെയ്യാം, അതും അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് രീതിയിലാണ് ടോളറേറ്റഡ് ഇൻകോമ്പാറ്റബിലിറ്റി നമ്മൾ മിനിമൈസ് ചെയ്യുന്നത്. അവിടെ ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിനെ അവിടെ മാറ്റുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഒന്നില്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഓർഡർ, മിക്സ് ചെയ്യുന്നതിൻ്റെ ഓർഡർ ഒന്ന് ചേഞ്ച് ആക്കി വെക്കാം, അല്ലെങ്കിൽ നമുക്ക് നല്ല ഡൈലൂട്ട് ഫോംസ് യൂസ് ചെയ്യാം. ഇങ്ങനെ രണ്ട് രീതിയിലാണ് ടോളറേറ്റഡ് ഇൻകോമ്പാറ്റബിലിറ്റി മിനിമൈസ് ചെയ്യുന്നത്. ഇനി അഡ്ജസ്റ്റഡ് ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ ദ കെമിക്കൽ ഇൻട്രാക്ഷൻ ക്യാൻ ബി പ്രിവെൻറ്റ്. ഇവിടെ എന്ത് ചെയ്യാണ്? പ്രിവെൻറ്റ് ചെയ്യാണ്. ഇവിടെ നമ്മൾ മിനിമൈസ് ചെയ്യുമായിരുന്നു, ടോളറേറ്റഡിലും മിനിമൈസ് ചെയ്യുമായിരുന്നു. പക്ഷേ അഡ്ജസ്റ്റഡിൽ അവിടെ പ്രിവെൻറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പ്രിവെൻറ്റഡ് ബൈ അഡീഷൻ ഓർ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് വൺ ഓഫ് ദ റിയാക്ടിങ് ഇൻഗ്രീഡിയൻസ് ഓഫ് എ പ്രിസ്ക്രിപ്ഷൻ വിത്ത് അനദർ ഓഫ് ഈക്വൽ തെറാപ്യൂട്ടിക് വാല്യൂ. അപ്പം നമ്മൾ യൂസ് ചെയ്ത ഏത് ഇൻഗ്രീഡിയൻ്റ് ആണോ അവിടെ കെമിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റിക്ക് കാരണമായത്, ആ ഒരു കെമിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റിയെ അതേ തെറാപ്യൂട്ടിക് വാല്യൂ ഉള്ള മറ്റൊരു സബ്സ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടാണ് അഡ്ജസ്റ്റഡ് ഇൻകോമ്പാറ്റബിലിറ്റി അവിടെ കുറയ്ക്കുന്നത്. ഓക്കെ, അപ്പം ടോളറേറ്റിങ്ങിൽ നമ്മൾ ഓർഡർ ഓഫ് മിക്സിംഗ് ഒന്ന് ചേഞ്ച് ചെയ്തപ്പോൾ അഡ്ജസ്റ്റഡിൽ നമ്മൾ ആ ഒരു റിയാക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റിനെ തന്നെ അവിടെ ചേഞ്ച് ആക്കുകയാണ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ അഡ്ജസ്റ്റഡ് ഇൻകോമ്പാറ്റബിലിറ്റിക്ക് എക്സാമ്പിളാണ് കഫീൻ സിട്രേറ്റ് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ വിത്ത് കഫീൻ ഇൻ സോഡിയം സാലിസിലേറ്റ് ആൻഡ് കഫീൻ സിട്രേറ്റ് മിക്സ്ചർ. നമുക്ക് കഫീൻ സിട്രേറ്റ് മിക്സ്ചറിനെ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? കഫീൻ ഇൻ സോഡിയം സാലിസിലേറ്റും കഫീൻ ഇൻ സിട്രേറ്റും കൂടെ മിക്സപ്പ് ചെയ്തുകൊണ്ട് ഇതിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് എന്തിന് എക്സാമ്പിളാണ്? അഡ്ജസ്റ്റഡ് ഇൻകോമ്പാറ്റബിലിറ്റിക്ക് എക്സാമ്പിളാണ്. അപ്പം ടോളറേറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്കിന് അവിടെ ഓർഡർ ഓഫ് മിക്സിങ്ങോ അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷൻ്റെ ഡൈലൂഷൻ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. പക്ഷേ അഡ്ജസ്റ്റഡിലാണെങ്കിൽ നമ്മുടെ ആ ഒരു റിയാക്റ്റീവ് സബ്സ്റ്റൻസിനെ മൊത്തത്തിൽ ഒമിറ്റ് ചെയ്തിട്ട് മറ്റൊരെണ്ണം വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം അഡ്ജസ്റ്റഡിലും നമുക്ക് മനസ്സിലാക്കാം എന്താണ്, ഒരു കാരണവശാലും നമുക്ക് ആ ഒരു റിയാക്ഷൻ മുമ്പോട്ട് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്, അവിടെ ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള എഫക്റ്റ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കും നമ്മൾ ആ ഒരു ഇൻഗ്രീഡിയൻറ്റിനെ അവിടെ ഒമിറ്റ് ചെയ്ത് മറ്റൊന്ന് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഇത് കെമിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റിയുടെ ടൈപ്സ് ആണ്. നെക്സ്റ്റ്, ദ കെമിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റി മേ ബി ഇൻറ്റൻഷണൽ അല്ലെങ്കിൽ അൺഇൻറ്റൻഷണൽ. ചില സമയത്ത് പ്രിസ്ക്രൈബർ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ഇൻറ്റൻഷണൽ എഫക്റ്റിൽ തന്നെ കെമിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റി പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു ഹാംഫുൾ എഫക്റ്റിനെ ഓവർകം ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ ഒരു ബെനിഫിഷ്യൽ എഫക്റ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ വരുന്ന കേസിലാണ് ഇൻറ്റൻഷണൽ ഇൻകോമ്പാറ്റബിലിറ്റി ഉണ്ടാവുന്നത്. ഓക്കെ, അതായത് പ്രിസ്ക്രൈബർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് പ്രിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഇൻറ്റൻഷണൽ എന്നും, ഇനി പ്രിസ്ക്രൈബർക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയിട്ട് അറിയാതെ അല്ലെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ തരുന്നതിനെ അൺഇൻറ്റൻഷണൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻറ്റൻഷണലും അൺഇൻറ്റൻഷണലും. അപ്പം ടോളറേറ്റഡ്, അഡ്ജസ്റ്റഡ്, അതുപോലെ തന്നെ കെമിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റിയുടെ ടൈപ്പാണ് ഇൻറ്റൻഷണലും അൺഇൻറ്റൻഷണലും. നെക്സ്റ്റ്, precipitate yielding interactions. അപ്പം നമ്മൾ കെമിക്കൽ ഇൻട്രാക്ഷൻസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഡിഫറെൻറ്റ് രീതിയിൽ
കെമിക്കൽ ഇൻട്രാക്ഷൻസ് നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ കെമിക്കൽ ഇൻകോമ്പാറ്റിബിലിറ്റി നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാമെന്ന് പറഞ്ഞു. അതിൽ ഒന്നായിരുന്നു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവിടെ എന്താണ് ഒരു കെമിക്കൽ ഇൻകോമ്പാറ്റിബിലിറ്റി നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. എന്താണ് പ്രസിപ്പിറ്റേറ്റ് ഈൽഡിങ് ഇൻട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ നോക്കാം. Generally, it is observed that reaction between strong solution proceed at a faster rate and precipitate formed are thick which do not diffuse readily. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓൾറെഡി സൊല്യൂഷൻസിൽ സോലുബിൾ ആയിട്ടിരുന്ന ഒരു മിക്സ്ചറിലേക്ക് ഇൻസോലുബിൾ ആക്കുന്ന ഒരു സോൾവെന്റ് ആഡ് ചെയ്താൽ നമ്മുടെ സൊല്യൂഷനിൽ നിന്ന് പെട്ടെന്ന് സൊല്യൂട്ട് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് ആ ഒരു ബീക്കറിൽ പ്രസിപ്പിറ്റേറ്റ്സ് അവിടെ കാണാനായിട്ട് തുടങ്ങും. ഓക്കെ, ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ആഡ് ചെയ്യുന്ന സൊല്യൂഷൻ സ്ട്രോങ് സൊല്യൂഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ എന്ത് പറയാം കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആണെങ്കിൽ നമ്മുടെ ആ ഒരു പ്രസിപ്പിറ്റേറ്റ് ഈൽഡിങ് ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രസിപ്പിറ്റേറ്റ് ഈൽഡിങ് റിയാക്ഷൻ ഫാസ്റ്റർ ആയിട്ടായിരിക്കും നടക്കുന്നത്. ഇങ്ങനെ ഫാസ്റ്റർ റേറ്റിൽ നടന്നാൽ നമുക്കുണ്ടാവുന്ന പ്രസിപ്പിറ്റേറ്റ് വളരെ തിക്കായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താവില്ല, ഒരു ഇൻഡിഫ്യൂസിബിൾ പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. അതായത് സോലുബിൾ അല്ലാത്ത ഇൻസോലുബിൾ ആയിട്ടുള്ള ഒരു പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. അപ്പം എങ്ങനെയുള്ള കേസിലാണ് നമ്മുടെ സ്ട്രോങ് സൊല്യൂഷൻ ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ, അതായത് നമ്മുടെ ആ ഒരു ബീക്കറിൽ രണ്ടാമത് ആഡ് ചെയ്യുന്ന സോൾവെന്റ് ഒരു സ്ട്രോങ് സൊല്യൂഷൻ ആണെങ്കിൽ, അതായത് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആണെങ്കിൽ നമ്മുടെ പ്രസിപ്പിറ്റേറ്റ് ഈൽഡിങ് റിയാക്ഷൻ ഫാസ്റ്റർ റേറ്റിൽ നടക്കുകയും അതുവഴി വളരെ തിക്കായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഹാർഡ് ആയിട്ടുള്ള പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു പ്രസിപ്പിറ്റേറ്റിന്റെ പ്രത്യേകത ഇത് എപ്പോഴും ഇൻഡിഫ്യൂസിബിൾ ആയിരിക്കും അല്ലെങ്കിൽ ഇൻസോലുബിൾ ആയിരിക്കും. ഓക്കെ, the light diffusible precipitate are formed when dilute solution of the reacting substances are mixed. അതുപോലെ തന്നെ ലൈറ്റ് സൊല്യൂഷൻ ആണ്, അതായത് കോൺസെൻട്രേഷൻ കുറഞ്ഞ സൊല്യൂഷൻസ് ആണ് നമ്മൾ മിക്സപ്പ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് ലൈറ്റ് ഡിഫ്യൂസിബിൾ പ്രസിപ്പിറ്റേറ്റ്സ് ആയിരിക്കും. ലൈറ്റ് ഡിഫ്യൂസിബിൾ പ്രസിപ്പിറ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഷേക്ക് ചെയ്യുന്ന സമയത്ത് അത് ഈസി ആയിട്ട് നമ്മുടെ ആ ഒരു മിക്സ്ചറിൽ സോലുബിൾ ആവുന്നതൊക്കെ ആയിരിക്കും. ഓക്കെ, hence the reacting substance should be diluted to the maximum extent before mixing them. So നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സോൾവെന്റ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് അതിനെ മാക്സിമം ഡൈലൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു റിയാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാം. ഇങ്ങനെ ഡൈലൂട്ട് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് അവിടെ ലൈറ്റ് ആയിട്ടുള്ള ഡിഫ്യൂസിബിൾ ആയിട്ടുള്ള പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അതായത് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആണെങ്കിൽ എങ്ങനെയുള്ളതാണ്, ഇൻഡിഫ്യൂസിബിൾ ആണ് അല്ലേ, ഇൻഡിഫ്യൂസിബിൾ ആണ്. ദെൻ ഡൈലൂട്ട് സൊല്യൂഷൻ ആണെങ്കിൽ ഡിഫ്യൂസിബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഇൻഡിഫ്യൂസിബിളിനെ നമുക്ക് ഷേക്കിംഗ് വഴി അതിൽ മിക്സപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഷേക്കിംഗ് വഴി മിക്സപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ ഡിഫ്യൂസിബിൾ ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അവിടെ ഷേക്കിങ്ങിലൂടെ മിക്സപ്പ് ചെയ്യാം. സോ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഡൈലൂട്ട് സൊല്യൂഷൻസ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. The precipitates so formed may be diffusible or indiffusible അല്ലേ, ഒന്നില്ലെങ്കിൽ ഡിഫ്യൂസിബിൾ ആവാം അല്ലെങ്കിൽ ഇൻഡിഫ്യൂസിബിൾ ആവാം. The method A and B is followed in dispensing the prescription yielding diffusible and indiffusible precipitate respectively. അപ്പം നമ്മൾ ഇങ്ങനെ ഡിഫ്യൂസിബിൾ അല്ലെങ്കിൽ ഇൻഡിഫ്യൂസിബിൾ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുമ്പോൾ ഇതിന് ഡിസ്പെൻസ് ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡ് ഉണ്ട്, മെത്തേഡ് എയും മെത്തേഡ് ബിയും. അപ്പോൾ രണ്ട് മെത്തേഡും എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതിൽ മെത്തേഡ് എ യൂസ് ചെയ്യുന്നത് ഡിഫ്യൂസിബിൾ പ്രസിപ്പിറ്റേറ്റ്സിനാണ്. ഓക്കെ, ഡിഫ്യൂസിബിൾ പ്രസിപ്പിറ്റേറ്റ്സിനാണ് മെത്തേഡ് എ യൂസ് ചെയ്യുന്നത്. മെത്തേഡ് ബി യൂസ് ചെയ്യുന്നത് ഇൻഡിഫ്യൂസിബിൾ പ്രസിപ്പിറ്റേറ്റിനാണ്. അതായത് മെത്തേഡ് എ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മുടെ ഡൈലൂട്ട് സൊല്യൂഷൻ ആഡ് ചെയ്തിട്ട് ഉണ്ടായ ഡിഫ്യൂസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സോലുബിൾ ആയിട്ടുള്ള പ്രസിപ്പിറ്റേറ്റ്സിന് വേണ്ടിയിട്ടായിരിക്കും മെത്തേഡ് എ യൂസ് ചെയ്യുന്നത്. മെത്തേഡ് ബി യൂസ് ചെയ്യുന്നത് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആഡ് ചെയ്തതുകൊണ്ട് ഫോം ചെയ്ത ഇൻഡിഫ്യൂസിബിൾ പ്രസിപ്പിറ്റേറ്റ്സിന് വേണ്ടിയിട്ടാണ് മെത്തേഡ് ബി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് മെത്തേഡ് എ എന്താണെന്ന് നോക്കാം. The method is followed when diffusible precipitates are formed in very small quantity. Diffusible precipitates ഫോം ചെയ്യുമ്പോഴാണ് നമ്മൾ മെത്തേഡ് എ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. Divide the vehicle into two equal portions. നമുക്ക് അവിടെ ആഡ് ചെയ്യേണ്ട ആ ഒരു സൊല്യൂഷൻ
രണ്ട് ഈക്വൽ പോർഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. Dissolve one of the reacting substance in one of the portion and other in the other portion. അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആ ഒരു ആഡ് ചെയ്യേണ്ട വെഹിക്കിൾസിനെ രണ്ട് പോർഷൻ ആക്കിയിട്ട് ഒരു പോർഷനിൽ ഒരു ഇൻഗ്രീഡിയൻറ്റും സെക്കൻഡ് പോർഷനിൽ മറ്റൊരു ഇൻഗ്രീഡിയൻറ്റും നല്ലപോലെ ഡിസോൾവ് ചെയ്യിക്കാം. Then mix the two portion by slowly adding one portion to other by rapid stirring. അപ്പം ഇവിടെ എന്താണ്, നമുക്ക് ആ ഒരു സൊല്യൂഷനിൽ മറ്റ് സസ്പെൻഡിങ് ഏജൻറ്റോ തിക്കനിങ് ഏജൻറ്റോ ഒന്നും ആഡ് ചെയ്യാതെ നമ്മുടെ രണ്ട് വെഹിക്കിൾസിനെ രണ്ട് പോർഷൻ ആക്കിയിട്ട് ഓരോ പോർഷനിലും ഓരോ ഇൻഗ്രീഡിയൻസ് വെച്ച് ആഡ് ചെയ്തിട്ട് മിക്സപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ മിക്സപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റാപ്പിഡായിട്ട് സ്റ്റിർ ചെയ്യുക. അപ്പം റാപ്പിഡ് സ്റ്റിറിങ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രസിപ്പിറ്റേറ്റ് ഫോമിങ് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ നേരത്തെയും പ്രസിപ്പിറ്റേറ്റ് ഫോർമേഷനിൽ പറഞ്ഞിരുന്നു, വിഗറസ് സ്റ്റിറിങ്, ഡയലൂട്ട് സൊല്യൂഷൻ, ഇതെല്ലാം എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, പ്രസിപ്പിറ്റേറ്റ് ഫോർമേഷനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസുകളാണ്. ഓക്കെ, അപ്പം മെത്തേഡ് എയിൽ ഡിഫ്യൂസിബിൾ പ്രസിപ്പിറ്റേറ്റ്സ് ആയിരുന്നു. സോ നമുക്ക് ഒരു സസ്പെൻഡിങ് ഏജൻറ്റോ തിക്കനിങ് ഏജൻറ്റോ ഒന്നും യൂസ് ചെയ്യാതെ ജസ്റ്റ് ആ ഒരു മിക്സപ്പ് ഒന്ന് ആൾട്ടർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് വിഗറസ് സ്റ്റിറിങ്ങോട് കൂടി നമുക്ക് ഈ പ്രസിപ്പിറ്റേറ്റ് yielding റിയാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാം.